കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷിനെ കാണാൻ വേണ്ടിയിട്ട് പെൺവീട്ടുകാർ വരുന്നുണ്ട്. അവർ വരുന്ന സമയത്തിന് നിധിക്കും സുധീഷിനും വല്ലാത്ത നെഞ്ചിരിപ്പായിരുന്നു. എങ്ങാനും തങ്ങൾ കെട്ടിയുയർത്തിയ ആ ഒരു കള്ളത്തരങ്ങൾ വെളിച്ചത്താവുമോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് സുഭാഷേട്ടൻ മാറി താമസിക്കുന്ന ആ ഒരു കണ്ടീഷനെ കുറിച്ച് അവരെങ്ങാനും വാ തുറന്നു പറഞ്ഞാൽ തീർന്നു. കാരണം സുഭാഷ് അത് ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അതിനി പറഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പാണ്. സുഭാഷേട്ടൻ അതിന് സമ്മതിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും പറയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരവിടെ നെഞ്ചൊടിപ്പോടെ നിൽക്കുന്നത്. അങ്ങനെ അവർ അകത്തേക്ക് കയറി വന്ന് എല്ലാവരും കൂടി സ്വീകരിച്ചിരുത്തി. ആ സമയത്തന്നെ ബ്രോക്കർ പറയുന്നത്, എന്തായാലും സുഭാഷും കവിതയും തമ്മിലുള്ള കല്യാണം നടക്കണം. അത് ദൈവനിശ്ചയമാണ്. അതുകൊണ്ടല്ലേ ഒരിക്കൽ മുടങ്ങിയിട്ടും വീണ്ടും അത് തന്നെ വന്നത് എന്ന് പറയും. അന്നേരം കവിതയുടെ അച്ഛനും അത് ശരിവെച്ചു. തങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ട് എന്നും അതിനുശേഷം വേറെ കുറെ ആലോചനകൾ നോക്കിയെങ്കിലും ഒന്നും സെറ്റായില്ല എന്നും ചിലപ്പോ ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോന്നും ഇങ്ങനെ തട്ടിപ്പോയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഭാസ്കരൻ പറയുന്നുണ്ട്, ഇവനും കുറെ ആലോചനകൾ വന്നതാണ്, പക്ഷേ ഒന്നും അങ്ങ് ശരിയായില്ല എന്ന് പറയും. ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൽ തന്നെ നിധിക്ക് പതുക്കെ സുധീഷിനോട് ചോദിച്ചു, എങ്ങാനും സത്യങ്ങൾ ഇവർ വിളിച്ചു പറയുമോ എന്ന്. ഇല്ല എന്ന് അവൻ മറുപടി കൊടുത്തു. അപ്പോഴാണ് പെണ്ണിന്റെ അച്ഛനൊരു ചോദ്യം ചോദിച്ചത്, അല്ല അപ്പൊ ഞങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്ന്. സുഭാഷ് അത് കേട്ടപ്പോൾ കണ്ടീഷൻ എന്ന് തിരിച്ചു ചോദിച്ചതും സുധീഷ് അങ്ങ് ചാടിക്കേറിക്കൊണ്ട് പറഞ്ഞു, അതോ കല്യാണം എവിടെ വെച്ച് നടത്തണം, എങ്ങനെ നടത്തണം, എങ്ങനെയൊക്കെ അതിനെക്കുറിച്ചല്ലേ എന്ന് ചോദിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. പെണ്ണിന് എന്ത് വേണമെങ്കിലും നിങ്ങൾ കൊടുത്തോ, ഞങ്ങൾ അതൊന്നും ചോദിക്കില്ല. സ്വർണമോ പണമോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ കൊടുത്തോ എന്ന് പറയും. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഡിമാൻഡുകളൊന്നുമില്ല എന്ന് സുധീഷ് അങ്ങ് തട്ടിവിടാണ്. അത് കേട്ടപ്പോൾ പെണ്ണിന്റെ അച്ഛന് ഭയങ്കര സന്തോഷായി. ഞങ്ങളുടെ ഒരേ മോളല്ലേ, അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കും. നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് സുധീഷിനും നിധിക്കും ശരിക്കൊന്ന് ആശ്വാസമായത്. എങ്ങാനും ഡിമാൻഡിനെ കുറിച്ച് ആരെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ കല്യാണം പിന്നെ അവിടെ വെച്ച് മുടങ്ങും. അന്നേരം ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ കല്യാണ തീയതി അങ്ങ് എടുത്താലോ എന്ന്. എത്രയും പെട്ടെന്ന് തന്നെ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അടുത്ത മാസം തന്നെ വേണമെന്നും പെൺവീട്ടുകാർ പറഞ്ഞു. ഉടനെ തന്നെ നിധി അടുക്കളയിൽ പോയിട്ട് ചായയും സ്വീറ്റ്സും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ അവർക്ക് കൊടുത്തു. ആ സമയത്തിന്റെ ഭാസ്കരൻ കലണ്ടർ എടുത്തു കൊണ്ടുവന്ന് കവിതയുടെ അച്ഛന് കൊടുത്തുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള തീയതി നോക്കാൻ പറഞ്ഞു. മുഹൂർത്തമൊക്കെ നോക്കി അടുത്ത മാസം 15-ാം തീയതി നല്ലൊരു ദിവസമാണെന്നും നിശ്ചയവും കല്യാണമൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടത്തിയാൽ ബന്ധുക്കൾക്കൊക്കെ വരാൻ എളുപ്പമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അത് കുറച്ച് അടുത്തില്ലേ എന്ന് ഭാസ്കരൻ ചോദിച്ചുവെങ്കിലും സുധീഷ് പറയുന്നത്, അതിനെന്താ, അടുത്ത തീയതി ആയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെയുണ്ടല്ലോ, എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താമെന്ന് പറയും. അങ്ങനെ തീയതിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ അവരവിടെ നിന്നും ഇറങ്ങി. അപ്പോഴാണ് ശരിക്കും സുധീഷിനും നിധിക്കൊന്ന് സമാധാനമാവുന്നത്. കാര്യങ്ങളൊക്കെ ഭംഗിയായി. അവർ സത്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അവർ പോയപ്പോ നികേഷ് ഓടി വന്ന് സുഭാഷിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവൻ കരയുകയായിരുന്നു. നിധിക്കുമാകെ ടെൻഷനായി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുഭാഷേട്ടന്റെ വീട് മാറി പോവേണ്ടി വരുമല്ലോ എന്ന സങ്കടമായിരിക്കും നികേഷിന്. അത് സുഭാഷ് മാത്രം അറിഞ്ഞിട്ടില്ല. 2 ദിവസമായി നിനക്കിത് എന്തു പറ്റിയെന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ സുധീഷ് ഉടനെ തന്നെ സുഭാഷേട്ടന്റെ കല്യാണമായതുകൊണ്ടുള്ള സന്തോഷമാണ് എന്ന് പറഞ്ഞു. അതേ സുഭാഷേട്ട, ഇത്രയും കാലം നല്ലൊരു ആലോചന വന്നില്ലല്ലോ, ഇപ്പൊ കല്യാണം നടക്കാൻ പോകുന്നതിന് സന്തോഷമാണെന്ന് നികേഷും പറഞ്ഞു. ഹരീഷ് ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. സുഭാഷ് അവനെ ആശ്വസിപ്പിച്ചു. നീ എന്തിനാ വിഷമിക്കുന്നത്, കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ നികേഷിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് തന്നെ അവൻ മിണ്ടാതെ അവിടെ നിന്നും മാറിപ്പോയി. സുധീഷിന് പേടിയായിരുന്നു, നികേഷ് എങ്ങാനും സത്യം സുഭാഷേട്ടനോട് പറയുമോ എന്ന്. പിന്നീട് സുഭാഷ് പറയുന്നത്, ഇത്ര പെട്ടെന്ന് കല്യാണമൊന്നും വേണ്ടായിരുന്നു. കല്യാണം നടത്താനുള്ള പണമൊന്നും എന്റെ കയ്യിലില്ല എന്നും ഉള്ള പണമെല്ലാം തന്നെ സുധീഷിന്റെ കല്യാണത്തിന് എടുത്തു എന്നും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞു. എല്ലാവർക്കും അത് കേട്ടപ്പോൾ ടെൻഷനായി. കല്യാണം നീണ്ടുപോയാൽ സത്യം പുറത്താവും. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ പണം മുടക്കിക്കോളാമെന്ന്. നീ പണം മുടക്കാനോ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ എത്ര ലക്ഷം വേണമെങ്കിലും താൻ മുടക്കുമെന്ന് സുധീഷ് തറപ്പിച്ചു പറഞ്ഞു. ഇതുവരെ വീട്ടിലേക്ക് 5 രൂപ പോലും കൊടുക്കാത്ത സുധീഷിന് എവിടുന്ന പണം മുടക്കാൻ പോകുന്നത്? നല്ല കഥയാണെന്ന് ഹരീഷ് പരിഹസിച്ചു. നിധി ഇതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. സുധീഷ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു, എന്ത് റിസ്ക് എടുത്തിട്ടും നിശ്ചയിച്ച തീയതിയിൽ തന്നെ ഈ ഒരു കല്യാണം ഞാൻ ഗംഭീരമായി നടത്തുമെന്ന് പറയും. നിധിക്ക് തന്നിലൊരു വിശ്വാസം വരാനും അവൾക്ക് തന്നോട് ഇത്തിരി സ്നേഹം തോന്നാനും ഇതൊരു വഴിയാവുമെന്നും സുധീഷ് കരുതി. പറഞ്ഞ വാക്ക് വാക്കായിരിക്കണം, ഇത് കുട്ടിക്കളിയല്ല എന്ന് ഹരീഷ് ഓർമ്മിപ്പിച്ചപ്പോൾ തനിക്കറിയാം എന്ത് ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തിന് സുധീഷ് അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. കുറച്ചു കഴിഞ്ഞ് സുധീഷ് നേരെ ഫോണിൽ റീൽസും കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ നികേഷ് അങ്ങോട്ടേക്ക് വന്നു. ഡാ, നോക്കി ഈ വീഡിയോ എത്ര മില്യൺ ആളുകൾ കണ്ടു എന്ന് സുധീഷ് അവനോട് പറഞ്ഞു. നിനക്കിതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു കൊടുത്തിട്ട് നികേഷ് അവിടെ മാറിയിരിക്കുകയാണ്. ആ സമയത്തിന് ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു.
അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പോടാ, ഞാൻ ഈ വീഡിയോ കാണുന്നത് കണ്ടില്ലേ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ താൻ സീരിയസ് ആയിട്ട് സംസാരിക്കാനാണെന്ന് ഹരീഷ് പറഞ്ഞു. ഫോണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയുണ്ടാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ഹരീഷ് അത് മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരു റീല് പോലും കാണാൻ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ച് സുധീഷ് അത് ദേഷ്യപ്പെടുകയാണ്. നിനക്ക് എപ്പോഴും ഇത് തന്നെയാണ് പണിയെന്നും ഒരു കാര്യം പറഞ്ഞാൽ വന്നാലങ്ങ് തലയിലേക്ക് കയറുമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹരീഷ് അവനോട് തർക്കിച്ചു. നിധി വന്നപ്പോൾ അവരുടെ സംസാരം അങ്ങ് നിർത്തി. അവൾ മുറിയിലേക്ക് പോയി. പിന്നീട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് പറയാനുള്ളത്? അതെ, സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് പണം മുടക്കുമെന്ന് നീ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചാണെന്നും എവിടുന്ന് പണം ഉണ്ടാക്കുമെന്നും ഹരീഷ് ചോദിച്ചു. താൻ എപ്പോൾ പറഞ്ഞു എന്ന് സുധീഷ് തിരിച്ചു ചോദിച്ചപ്പോൾ ഹരീഷിന് അങ്ങ് ദേഷ്യം വരാണ്. വെറുതെ അഭ്യാസം കാണിക്കാതെ, കല്യാണത്തിന് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുധീഷ് തർക്കിച്ചപ്പോൾ ഹരീഷ് നികേഷിനെ വിളിച്ചു. എടാ, കണ്ടില്ലേ ഇവൻ കാണിക്കുന്നത്, ഇവനല്ലേ നേരത്തെ പണം മുടക്കാമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അതേ സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പണം മൊത്തം മുടക്കിക്കൊള്ളാമെന്ന് ഏട്ടൻ പറഞ്ഞതല്ലേ. എന്റെ കല്യാണത്തിന് സുഭാഷ് ഏട്ടനല്ലേ എല്ലാം ചെയ്തത്, അതുകൊണ്ട് സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് ഏട്ടൻ മുടക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതല്ലേ. താൻ വല്ല പണവും അറേഞ്ച് ചെയ്യണോ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ കല്യാണത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ എന്നാണ് സുധീഷ് പറയുന്നത്. എടാ, നീ ഒരുമാതിരി വർത്താനം പറയരുത്. തീയതി പെട്ടെന്ന് വരും, കല്യാണ തീയതി പെട്ടെന്ന് വരും. മുകളിലേക്ക് നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല, പണം അറേഞ്ച് ചെയ്യണം. തനിക്കൊരു ചിട്ടയുണ്ട്, അത് പിടിച്ച് ബാക്കിയുള്ളത് താൻ ഉണ്ടാക്കണമെന്ന് ഹരീഷ് പറയുമ്പോൾ അത് കേട്ടിട്ട് സുധീഷ് ചോദിക്കുന്നത്, ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാണെന്നും തന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്നും അവൻ ഇങ്ങനെ കൈമലർത്തി കാണിച്ചു. പണമില്ലെന്നോ എന്ന് ഹരീഷ് അത്ഭുതപ്പെട്ടപ്പോൾ 10 പൈസ പോലും തന്റെ കയ്യിലില്ല എന്ന് സുധീഷ് ആവർത്തിച്ചു പറഞ്ഞു. മുതലാളിയോട് ചോദിച്ചാൽ തനിക്ക് പണം കിട്ടില്ല എന്നും കൈയും കാലും പിടിച്ചുകൊണ്ടാണ് തനിക്ക് ഈ ജോലി തന്നെ കിട്ടിയതെന്നും അവൻ പറയാണ്. അപ്പോ നീ നേരത്തെ പറഞ്ഞതോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ നിധിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം തള്ളി മറിച്ചതാണ് എന്ന് സുധീഷ് സമ്മതിച്ചു. അത് കേട്ടപ്പോൾ ഹരീഷിന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാം ഏറ്റിട്ട് അവസാനം കാലുവാരി പണി കാണിക്കുകയാണല്ലോ എന്ന് അവൻ പറഞ്ഞു. പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് സുധീഷ് പറഞ്ഞത് കേട്ടിട്ട് അവർ തമ്മിൽ പിന്നെ വഴക്കായി. സുഭാഷ് ഏട്ടന്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ നിന്റെ കല്യാണത്തിന് ആർഭാടമായിട്ട് എടുത്തു. ഇനി അദ്ദേഹത്തിന്റെ കല്യാണത്തിന് അധിക പണമൊന്നും വേണ്ട, ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയാൽ മതി എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ ഹരീഷിന് ദേഷ്യം വരികയാണ്. തന്റെ കല്യാണം ഗംഭീരമായി നടത്തിയ സുഭാഷ് ഏട്ടന്റെ കല്യാണം ക്ഷേത്രത്തിൽ നടത്തണമെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടതിനെ അവർ തമ്മിൽ പിന്നെ അങ്ങനെ പൊരിഞ്ഞടിയായി. നികേഷ് പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും അതൊന്നും നടന്നില്ല. സുഭാഷ് ഏട്ടൻ വന്നിട്ട് എന്താടായി കാണിക്കുന്നത് എന്ന് ചോദിച്ചുവെങ്കിലും അവരതൊന്നും നിർത്തിയില്ല. നിധി മുറിയിൽ നിന്നും ഇറങ്ങി വന്നു കൊടുത്തിനെ നോക്കി. ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ അവൾ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അങ്ങ് തറയിലേക്ക് ഒരൊറ്റ ഇറങ്ങ് കൊടുത്തു. ആ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും അങ്ങ് ഞെട്ടിമാറി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, പോത്തുപോലെ വളർന്നില്ലേ, നാണമില്ലേ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിനെ നിധി അങ്ങ് ദേഷ്യപ്പെട്ടു. താൻ എവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണെന്നും തന്റെ സമാധാനം കളയാനായിട്ട് ഓരോരുത്തരും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി. സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത് എന്ന്. ഇവനാണ് തുടങ്ങിയത് എന്ന് സുധീഷ് പറഞ്ഞു. വീണ്ടും തർക്കം തുടങ്ങിയപ്പോൾ സുഭാഷ് അവരെ വിലക്കി. ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കാതിരിക്കണമെന്നും നിധി ഇവിടെ എങ്ങനെയെങ്കിലും നിന്നുകൊള്ളട്ടെ എന്നും പറഞ്ഞ് നികേഷും അകത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ സുഭാഷ് എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യാണ്. ഹരീഷ് മുറ്റമടിക്കുന്നു. സുധീഷ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കൊളുത്തി. നിധി വരുന്നത് നോക്കി അവൻ ഭസ്മം തൊട്ടി നിൽക്കുമ്പോൾ അവൾ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. രാവിലെ തന്നെ താൻ എഴുന്നേറ്റ് മുറ്റമടിച്ചുവെന്നും കുളിച്ച് വിളക്ക് കൊളുത്തിയെന്നും അവളോട് അവൻ തട്ടിവിട്ടു. കള്ളം പറയാണെന്ന് പറഞ്ഞ് ഹരീഷ് താൻ മുറ്റമടിച്ച കാര്യം ഓർമ്മിപ്പിക്കാണ്. നിധി ഒന്നും മിണ്ടാതെ നേരെ ബാത്റൂമിലേക്ക് പോയി. അത് കണ്ടപ്പോൾ സന്തോഷമായി സുധീഷ് പറയുന്നുണ്ട്, തന്നോട് മാത്രമല്ല നിന്നോടും അവൾക്ക് ദേഷ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറയും. രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങിയില്ലേ എന്ന് സുഭാഷ് ചോദിച്ചു. ബാത്റൂമിലേക്ക് പോയ നിധി മൂക്ക് പൊത്തിക്കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്നും തിരിച്ചോടി. എന്താ പറ്റിയത് എന്ന് ഹരീഷ് ചോദിച്ചപ്പോഴാണ് സുഭാഷ് ആ ഒരു കാര്യം ഓർത്തത്. അച്ഛൻ ബാത്റൂമിൽ പോയിരുന്നുവെന്നും അത് ക്ലീനാണോ എന്ന് താൻ നോക്കിയില്ല എന്നും അവൻ പറഞ്ഞു. സുധീഷ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ചെന്നു. അവിടെ ഇരുന്ന ഭാസ്കരനോടങ്ങ് ചൂടാവാണ്. ഇത്രയും വളർന്നിട്ടും ബാത്റൂം ഉപയോഗിക്കാൻ പോലും അറിയില്ലേ എന്നും വെള്ളം ഒഴിക്കാനൊന്നും അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കൊടുത്തതിന് അവൻ അങ്ങ് ദേഷ്യപ്പെട്ടു. തന്നെ വളർത്തിയത് നീയാണോ എന്നും നീ എന്നെ പഠിപ്പിക്കണ്ട എന്നും ഭാസ്കരനെ അങ്ങ് തിരിച്ചെടുക്കുകയാണ്. എല്ലാവരും കൂടെയുള്ള ഒരു വീടാണെന്ന ചിന്ത പോലുമില്ലേ എന്ന് ചോദിച്ചു സുധീഷ് വീണ്ടും അങ്ങ് വഴക്കിട്ടു. ആ നേരത്താണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ സുധീഷിനെ നല്ല പോലെ ചീത്ത പറയുന്നുണ്ട്. മേലിൽ ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞാൽ താൻ ഇനി ഒരിക്കലും ഇവിടെ നിൽക്കില്ല എന്നും ഒരു നിമിഷം പോലും സമാധാനം തരില്ലെന്നും പറഞ്ഞു. മര്യാദക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെയെന്നും എപ്പോഴും ഇങ്ങനെ കടിച്ചു കീറാൻ വരുന്നത് ശരിയല്ല എന്നും അവൾ സുധീഷിനോട് പറഞ്ഞ് ദേഷ്യപ്പെടാണ്.
പോട്ടോ മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും സുഭാഷ് ഏട്ടനാണ് ഇവരെങ്ങനെ വഷളാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിധി കുറ്റപ്പെടുത്താണ്. ചെറിയ കാര്യത്തിന് പോലും അടിയുണ്ടാക്കുന്ന ഇവരെ നേരത്തെ തന്നെ തിരുത്തണമായിരുന്നു എന്നും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ താൻ ഈ വീട് വിട്ട് പോകുമെന്നും പറഞ്ഞു കൊടുത്തിന് നിധി അകത്തേക്ക് കയറിപ്പോയി. ഹരീഷും സുധീഷും അവിടെ നിന്നും മാറി നിന്നു. ഭാസ്കരൻ തന്നെ നിധി നോക്കുന്നത് കണ്ട് എഴുന്നേറ്റു പോയി. നിധിയെടുത്തി പോകുമെന്ന് പറയരുത് എന്ന് നികേഷ് സങ്കടത്തോടെ പറയുമ്പോൾ താൻ അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണെന്ന് നിധി അവനോടായിട്ട് പറഞ്ഞു. സുധീഷും ഹരീഷും തമ്മിലുള്ള ആ ഒരു തർക്കം തൽക്കാലം നിധി ഇടപെട്ട് നിർത്തിയെങ്കിലും വീടിനുള്ളിലെ പുകച്ചിൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. നിധി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയതോടുകൂടി തന്നെ സുധീഷിന് വലിയൊരു പേടി ഉള്ളിൽ കയറി. താൻ കാണിച്ച ആ ഒരു ഷോക്കെ പാളിയോ എന്നൊരു സംശയം അവനുണ്ടായി. അവൻ പതുക്കെ നിധിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ സോറി പറയാൻ നോക്കിയെങ്കിലും നിധി ഒരു തരം മരവിപ്പോടെയാണ് അവനെ നോക്കിയത്. ഈ വീട്ടിൽ സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് നിധിയുടെ ചോദ്യത്തിനു മുന്നിൽ സുധീഷ് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴും തന്റെ കയ്യിൽ പണമില്ല എന്ന സത്യം എങ്ങനെ സുഭാഷ് ഏട്ടനോട് പറയുമെന്ന വേവലാതിയിലായിരുന്നു സുധീഷ്. പിറ്റേന്ന് രാവിലെ മുതൽ സുഭാഷ് കല്യാണത്തിലെ ഒരുക്കങ്ങൾക്കായിട്ട് പഴയ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കാൻ തുടങ്ങി. പണത്തിന്റെ കാര്യത്തിൽ സുധീഷ് ഉറപ്പു പറഞ്ഞ സ്ഥിതിക്ക് സുഭാഷിന് വലിയ ആകുലതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തന്റെ അനിയൻ തന്നെ സഹായിക്കുമെന്ന ആ ഒരു വലിയ വിശ്വാസമായിരുന്നു സുഭാഷിന്റെ കരുത്ത്. എന്നാൽ ഇത് കണ്ട നികേഷിന് അത് സഹിക്കാനായില്ല. സുധീഷേട്ടൻ വെറുതെ തള്ളിയതാണെന്ന് സുഭാഷേട്ടനോട് പറയണോ വേണ്ടോ എന്നറിയാതെ അവൻ ഇങ്ങനെ ഉമ്മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ ഭാസ്കരൻ അടുത്ത പറമ്പിലെ കപ്പ വിറ്റ പണവുമായി സുഭാഷിന്റെ അടുത്തേക്ക് എത്തി. ഇതും കൂടെ വച്ചോടാ, സുധീഷ് പറഞ്ഞതുപോലെ ലക്ഷങ്ങളൊന്നും എന്റെ കയ്യിലില്ല, പക്ഷേ എന്റെ മകന്റെ കല്യാണം എനിക്കും ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പൈസ സുഭാഷിന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ കാഴ്ച കണ്ട് സുധീഷിന്റെ ഉള്ളിലൊരു മിന്നൽ മിന്നി. പണമില്ല എന്ന് സത്യം പറഞ്ഞ അച്ഛന്റെയും ഏട്ടന്റെയും സങ്കടം തനിക്ക് താങ്ങാൻ പറ്റില്ല. എന്നാൽ പണം എവിടെ നിന്നും ഉണ്ടാക്കണമെന്നും അറിയില്ല. ഈ സമയത്താണ് സുധീഷ് തന്റെ മുതലാളിയോട് അഡ്വാൻസ് ചോദിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ മുതലാളി അപ്പൊ തന്നെ അവനെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. നിരാശനായി വീട്ടിലേക്ക് തിരിച്ചെത്തിയ സുധീഷിനെ കാത്തിരിക്കുന്നത് മറ്റൊരു തിരിച്ചടിയായിരുന്നു. കവിതയുടെ വീട്ടുകാർ അപ്രതീക്ഷിതമായി അവിടെ എത്തി. അവർ വന്നത് കല്യാണത്തിന് ശേഷം സുഭാഷിന് താമസിക്കാനുള്ള ഫ്ളാറ്റിന്റെ താക്കോലുമായിട്ടാണ്. സുഭാഷിനാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഒന്നും തന്നെ അങ്ങ് മനസ്സിലാവുന്നില്ല. എന്ത് ഫ്ളാറ്റ്? അല്ല, പുതിയ വീട് എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്ത് പുതിയ വീടോ, നമ്മൾ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കും. എന്ത് പുതിയ വീടോ, നമ്മൾ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത് എന്ന് സുഭാഷ് ചോദിച്ചതോടുകൂടി തന്നെ അവിടെ ആകെ നിശബ്ദത പടർന്നു. നിധിയും സുധീഷും പരസ്പരം ഇങ്ങനെ നോക്കി വിയർത്തു. സത്യം പുറത്തായതോടുകൂടി തന്നെ സുഭാഷ് ആകെ തകർന്നുപോയി. തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ആ ഒരു പ്ലാൻ ആയിരുന്നു ഇതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ സുഭാഷ് അങ്ങ് പൊട്ടിക്കരയാണ്. നിധി ഇത് താൻ ചെയ്തതല്ലെന്ന് പറയാൻ ശ്രമിച്ചുവെങ്കിലും സുഭാഷ് അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. എന്റെ അനിയന്മാർക്ക് ഞാൻ ഒരു ഭാരമായി എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ സുഭാഷ് തുണികൾ കെട്ടിപ്പെറുക്കാൻ തുടങ്ങിയപ്പോൾ ഹരീഷും നികേഷും സുധീഷും നേരെ തിരിഞ്ഞു. എടാ, നിന്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ ഏട്ടൻ ഈ വീട് വിട്ട് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ തല്ലാനായിട്ട് കയ്യോങ്ങി. ഈ ബഹളങ്ങൾക്കിടയിൽ ഭാസ്കരൻ ആകെ തളർന്നു വീഴാണ്. അതോടുകൂടി തന്നെ കല്യാണ വീട് ഒരു നിമിഷം കൊണ്ട് തന്നെ അങ്ങ് നിശബ്ദമായി. സുധീഷ് തന്റെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഏട്ടന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു. പണത്തേക്കാൾ വലുത് കുടുംബ ബന്ധമാണെന്ന് നിധി എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതുമായ വൈകാരികമായ രംഗങ്ങളാണ് ഇനി കഥയിലുടനീളം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.